വിബ്ജിയോർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ 20ാമത് സംസ്ഥാന കലോത്സവത്തിലേക്ക് സ്വാഗതം. ഹലോ റേഡിയോ 90.8. ഇത് നമ്മുടെ ശബ്ദം, നമ്മുടെ റേഡിയോ. നമ്മുടെ തൃശ്ശൂർ ഇപ്പോൾ കലോത്സവം നടക്കുകയാണ്. IMA കലോത്സവം 20ാമത് കലോത്സവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശമുണ്ട്. ഡോക്ടേഴ്സ് എല്ലാവരും നല്ല രീതിയിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്, അത് ആസ്വദിക്കുന്നുണ്ട്, നമ്മളും ആസ്വദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സന്തോഷ് ബാബു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ കഴിഞ്ഞ കൊല്ലത്തെ ഫിലിം സോങ് വിന്നറാണ് അല്ലേ? ഇപ്രാവശ്യം ലൈറ്റ് മ്യൂസിക് കൂട്ടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ബെസ്റ്റ് സിംഗർ ഓഫ് കേരള സ്റ്റേറ്റ്. അപ്പൊ കഴിഞ്ഞ കൊല്ലം ബെസ്റ്റ് സിംഗർ ആയിട്ട് അവാർഡ് മേടിച്ച ആളാണ്. ഇത്തവണ ലൈറ്റ് മ്യൂസിക്കിലും ഫിലിം സോങ്ങിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് റിസൾട്ടിനായിട്ട്. ഇപ്രാവശ്യവും വിന്നർ ആവോ എന്നുള്ള ആ ഒരു ഫസ്റ്റ് പൊസിഷൻ നമുക്ക് തന്നെ കിട്ടുമോ? നന്നായിട്ട് പാടി ആർക്കെങ്കിലും കിട്ടട്ടെ. നമ്മൾ നന്നായി പാടിയിരിക്കുകയാണ് അല്ലേ? എങ്ങനെയുണ്ട് കലോത്സവം? ഇപ്പൊ കഴിഞ്ഞ വർഷം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് മുൻപ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? പാലക്കാടായിരുന്നു. ഈ പാലക്കാടും തൃശ്ശൂരിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ കലാ ജില്ലകളാണ് കേരളത്തിൽ. മറ്റു ജില്ലക്കാരൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം അതിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ്, ഒരു സ്പിരിറ്റും എപ്പോഴും ഇവിടെ ചെയ്യുമ്പോഴും പാലക്കാട് ചെയ്യുമ്പോഴും ഉണ്ടാവും. എനിക്ക് സംഗീതമൊക്കെ എടുത്തു കഴിയുമ്പോൾ പാലക്കാട് നമ്മളെ കടത്തി വെട്ടിക്കളയുന്നിരിക്കുന്നു. ആ സംഗീത കോളേജും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര വല്ലാത്തൊരു കൾച്ചറും അങ്ങനത്തെ ഒരു 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 വൈബ്, നിങ്ങളുടെ ഭാഷ ആ വൈബ് അവിടെ ഉണ്ട്. അതുപോലെ തൃശ്ശൂർ ഇത് വന്നപ്പോൾ എല്ലാ കൾച്ചറും, അതുപോലെ തന്നെ ഡ്രാമ, മറ്റ് സാധനങ്ങളൊക്കെ, സ്കിറ്റ് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്പിരിറ്റുണ്ട്. പക്ഷേ എല്ലാ ജില്ലകളിൽ നിന്നും ആളുണ്ട്. എല്ലാ ജില്ലകളിലും മത്സരം നടത്തി അതിലുള്ള ഫസ്റ്റുകളാണ് ഇവിടെ. ഇപ്പോൾ 14 ഒരു ഐറ്റത്തിന്, ഇപ്പോൾ ഒരു കരോക്കെ മത്സരം എന്ന് പറയുമ്പോൾ 14 വിന്നറാണ് വരിക. ഇടുക്കി തൊട്ട് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഓരോ ജില്ലയിലും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. ആ ഓരോ ജില്ലയിലും ഒരു 10-20 പേരെങ്കിലും മത്സരിക്കാനുണ്ടാകും. അവിടെ നിന്നുള്ള വിന്നറാണ് ഇവിടത്തേക്ക് വരുന്നത്. അപ്പോൾ ചെറിയൊരു അത്യാവശ്യം കടുത്ത മത്സരം തന്നെയാണ്. കടുത്ത മത്സരം ഇത്തവണ പ്രത്യേകിച്ചും നന്നായിട്ട് പാടുകയും ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്ന, എനിക്കൊന്ന് ഒരുപാട് റിയാലിറ്റി ഷോസൊക്കെ ഉള്ളതുകൊണ്ട് മിക്ക ആൾക്കാരിപ്പോൾ നല്ല രീതിയിൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടിയിട്ടും ഈ പാട്ടിൻ്റെ എല്ലാ ഏരിയാസും ടെക്നിക്കൽ സൈഡും ആൾക്കാർ പണ്ടത്തേനേക്കാളും നന്നായിട്ട് ചിന്തിക്കുകയും നടപ്പിലാക്കുകയും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും അത് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസം നല്ല രീതിയിലുണ്ട്. പിന്നെ ജനം ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം. പണ്ടെന്ന് പറയുമ്പോൾ നല്ല നല്ല സിംഗേഴ്സാണ്. ഇപ്പോൾ ദാസേട്ടനും ജയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല സിംഗേഴ്സാണ്. അപ്പോൾ സാധാരണക്കാരന് ഈ നിലവാരത്തിൽ പൊങ്ങിയിട്ടില്ല. അവർക്ക് ഇപ്പം പറഞ്ഞ സാധാരണക്കാരൻ തന്നെ അതുപോലെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ യേശുദാസൊന്നാവുന്നല്ല, അവരുടേതായ കഴിവുകളും. ഇന്ന് ഞാൻ മുഴുവൻ സമയം ഇതുവരെ അവിടെ ഇരിക്കുകയായിരുന്നു. കാര്യം അത്രയും നന്നായിട്ട്, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ നന്നായിട്ടും ബുദ്ധിമുട്ടിയിട്ടും അത് ചെയ്ത് പഠിച്ച് ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. തിരിച്ചു ഇതിപ്പോ 20ാമത് IMA കലോത്സവമാണല്ലോ. ഡോക്ടർ ഇത് എത്ര കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ? ഞാൻ 3 പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ വർഷം കഴിയും തോറും ഇവിടെ എത്തുന്ന ആളുകളുടെ അവരുടെ ആ ഒരു പെർഫോമൻസിനോടുള്ള സമീപനവും അതുപോലെ പെർഫോമൻസും ഒക്കെ അങ്ങനെ ലെവൽ കൂടി കാരണം കഴിഞ്ഞ ഇത്തവണ വെച്ചിട്ട് തന്നെ ലെവല് തീർച്ചയായിട്ടും കൂടി വരുന്നു. കാരണം പണ്ടത്തെ പോലെയല്ല, അവർ ഗുരുക്കന്മാരെയൊക്കെ വെച്ച് മാത്രമല്ല ഇപ്പോഴത്തെ ഓഡിയോ അങ്ങനെയല്ലേ. പണ്ട് ഒരു ടേപ്പ് റെക്കോർഡൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ മൊബൈൽ വെച്ച് തന്നെയല്ലേ എവിടെ പോയാലും അവർക്ക് റിപ്പീറ്റ് ചെയ്ത് ഞാനൊക്കെ ജിമ്മിൽ പോകുമ്പോഴൊക്കെ ആ ട്രെഡ്മില്ലിൽ കയറുമ്പോഴും ആ പാടാനുള്ള പാട്ട് തന്നെ. അപ്പോൾ അതൊരു 10,000 പ്രാവശ്യം പാട്ട് കേട്ട് കഴിയുമ്പോൾ തന്നെ ഒരു വ്യത്യാസമുണ്ട്. മൊബൈൽ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്ന സാധനം. പിന്നെ നിങ്ങളുടെയൊക്കെ ചാനലും ഇടയ്ക്ക് വെച്ചൊക്കെ നിങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുമെങ്കിലും വെച്ച് കഴിയുമ്പോൾ പാട്ടാണല്ലോ ബേസിക്കലി ഭയങ്കരമായിട്ടും വ്യത്യാസം വരുന്ന. ബാക്കി എന്തൊക്കെ പരസ്യം വന്നാലും ചാനലുകളും ഇൻസ്റ്റയും എവിടെ എടുത്തു കഴിഞ്ഞാലും ഇൻസ്റ്റയിലെ കുറച്ച് പാട്ട് കുറഞ്ഞു, നീളം കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഹോട്ടലിൽ പാടാൻ വരുമ്പോഴത്തേനും പെൺകുട്ടികളൊക്കെ പാടാൻ വരുമ്പോൾ 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ ആ പാട്ട് മുഴുവൻ കേൾക്കണില്ല. അതുവരെ പാടിയിട്ട് നിൽക്കുന്നുണ്ട്. മുഴുവൻ പാട്ടും കേട്ട് പഠിക്കണില്ല എന്നൊരു പ്രശ്നം സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ടാണ്. എല്ലാം കുറച്ച് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ 6 പാട്ട് പാടും. കുറച്ച് അതെല്ലാം അങ്ങനെ തീർത്ത്. ഡോക്ടർ പാട്ടിന് ഇത്രയും സ്നേഹിക്കുന്ന ആളാണ്, എപ്പോഴും പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരോ? നിളയുടെ പുളിനങ്ങൾ നീല
നിലാമഴ നനയും ചന്ദ്രങ്ങൾ കണ്ടു, നിളയുടെ പുളിനങ്ങൾ നീല നിലാമഴ നനയും ചന്തങ്ങൾ കണ്ടു. പ്രകൃതി രചിച്ചതാം കവിതകൾ പോലെ നിശയുടെ സൗന്ദര്യം കണ്ടു. വെറുതെ നിൻമുഖം ഓർത്തു നിന്നു, നിളയുടെ പുളിനങ്ങൾ നീല നിലാമഴ നനയും ചന്തങ്ങൾ കണ്ടു. ഏതോ രാക്കിളി പാടിയ പാട്ടിൽ കേട്ടതു നിൻ സ്വരമായിരുന്നോ, ഏതോ രാക്കിളി പാടിയ പാട്ടിൽ കേട്ടതു നിൻ സ്വരമായിരുന്നോ, അകലെ ഇരുന്നു നീ മിഴിച്ചൂന്നതൻ കരളിലെ കനലിലേക്കായിരുന്നു. അഴകെ എന്നഴൽ നീ അറിഞ്ഞോ, അഴകെ എന്നഴൽ നീ അറിഞ്ഞോ. നിളയുടെ പുളിനങ്ങൾ നീല നിലാമഴ നനയും ചന്തങ്ങൾ കണ്ടു. ഏതോ മോഹന ചാരുത പോലെ പൂത്തതു നിൻ സ്മിതമായിരുന്നു, ഏതോ മോഹന ചാരുത പോലെ പൂത്തതു നിൻ സ്മിതമായിരുന്നു. അരികിലണഞ്ഞു നീ കളിച്ചൊല്ലുന്നതൻ കനവിലെ മധുരിമയായിരുന്നു. അഴകെ എന്നിൽ നീ നിറഞ്ഞിരുന്നു, അഴകെ എന്നിൽ നീ നിറഞ്ഞിടുമോ. നിളയുടെ പുളിനങ്ങൾ നീല നിലാമഴ നനയും ചന്തങ്ങൾ കണ്ടു. പ്രകൃതി രചിച്ചതാം കവിതകൾ പോലെ നിശയുടെ സൗന്ദര്യം കണ്ടു. വെറുതെ നിൻമുഖം ഓർത്തു നിന്നു, നിളയുടെ പുളിനങ്ങൾ നീല നിലാമഴ നനയും ചന്തങ്ങൾ കണ്ടു. നല്ല രസമുണ്ട് കേട്ടിരിക്കാനായിട്ട്. ഡോക്ടർ പാട്ട് പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നുണ്ട്, ഓൺലൈനായിട്ട് പഠനം നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അല്ലേ? ഇല്ലെങ്കിൽ എന്താ പറയുക, ഈ ശ്രുതി, താളം, സ്വടത, ഡിക്ഷൻ, ഇത് നമുക്ക് സയൻറ്റിഫിക് ട്രെയിൻ ഇല്ലെങ്കിൽ പാടാണ്. എന്തെങ്കിലും ഒരു കരോക്കെ മാത്രം പാടുമ്പോൾ നമുക്ക് നല്ലതാണ് തോന്നിക്കാം, പക്ഷേ ഇതിൻ്റെ ഇത്രയെങ്കിലും ബേസിക്സ് നമുക്ക് വേണം. ഇപ്പോൾ ഒരു ശ്രുതി വെച്ച് പാടുമ്പോൾ അത് സി ഷാർപ്പാണ്. അപ്പോൾ ആ സി ഷാർപ്പിൽ കൂടെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ആ പാട്ടിൻ്റെ ആ കമ്പോസർ, അവരൊക്കെ ദൈവങ്ങളല്ലേ, കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെ അതിൽ പോകും. സി ഷാർപ്പ് എന്നുള്ള സി ആയ പോലും വ്യത്യാസം വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ശ്രുതി വെച്ച് എത്ര യങ്ങായിട്ടുള്ള ആൾക്കാരായാലും എൻ്റെ പ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പാടുകയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ശ്രുതി വെച്ചിട്ട് കുളിമുറിയിലാണെങ്കിൽ മൊബൈലിലുണ്ടല്ലോ ശ്രുതി ബോക്സൊക്കെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എടുത്തില്ല, വെച്ചിട്ട് അത് പാടുക. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ആ ശ്രുതി ഇല്ലാത്തപ്പോൾ കൊള്ളാമെന്നൊക്കെ ആൾക്കാർ പറയും, വാട്സപ്പിലൊക്കെ നമുക്ക് ഇതൊക്കെ കിട്ടും, പക്ഷേ അത് മാറിയുന്ന ആൾക്കാർ പറയാം ഇത്ര അങ്ങോട്ട് ശരിയായില്ല എന്നൊക്കെ പറയുന്ന കാര്യം ഇതാണ് പ്രശ്നം. ശ്രുതി കൃത്യമായിരിക്കണം. താളം പിന്നെ
ഉള്ള സത്യം പറഞ്ഞാൽ ദൈവഹിതമാണ്. ദൈവം തരണം, ശ്രുതിയും ദൈവം തരണം, താളം തരണം, പിന്നെ മെലഡി എന്ന് പറയുന്നത് പാട്ട് നോക്കി പാടി പഠിക്കും. ഇതിനകത്ത് തന്നെ ഇച്ചിരി പ്രേമവും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇമേജറിയിൽ നോക്കിക്കഴിയുമ്പോൾ പാട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് ലിറിക്സ് വരും, നോക്കേണ്ടി വരില്ല. ഇല്ല മൊബൈൽ, ഞാൻ ആരെ കളിയാക്കല, മൊബൈൽ നോക്കി ഇങ്ങനെ പാടിക്കഴിയുമ്പോൾ ആ പാട്ടിൻ്റെ ജീവൻ പോവുകയാണ്. എല്ലാവരും ഇപ്പോൾ മൊബൈലിൽ നോക്കിയിട്ട് പാടുകയാണ്, ട്രാക്ക് നോക്കി അതിൽ നിന്ന് സ്ക്രോളിങ് ലിറിക്സ് മാത്രമേ പറ്റൂ എന്നുള്ള ലെവലിൽ കുറേ പേരുണ്ട്. എന്നാലും ഞാൻ പറയണത് അതിൻ്റെ ആ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ പഴയ ഹിന്ദിയൊക്കെ എടുക്കുമ്പോൾ ക്ലിയർ കട്ട് കോണ്ടക്സ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി പാടുന്നതും കാമുകിക്ക് വേണ്ടി പാടാത്തതും, പിന്നെ കെട്ടിയ ഭാര്യ അതുപോലെ തന്നെ കെട്ടാത്ത കാമുകി, ഇതൊരു ഇമേജറിയാണ്. ഒരു ഏജ് കഴിയുമ്പോൾ രാജേഷൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു റൊമാൻറ്റിക് സോങ്സ് വരുമ്പോൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് കാമുകൻ മദ്യപിക്കുന്ന ആളാണ്, കലാകാരനാണ്. അപ്പോൾ ആ പാട്ടിൻ്റെ ആ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോഴാണ് जीवन से भरी तेरी आँखें मजबूर करे जीने के लिए सागर भी तरस के बहते हैं तेरे रूप का रस पीने के लिए जीवन से भरी तेरी आँखें. ജീവൻ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ കണ്ണുകൾ ആരുടെ എന്നുള്ളതാണ് ആ കോണ്ടക്സ്റ്റ്. അങ്ങനെ നോക്കിയിട്ട് അത് ഉൾക്കൊണ്ടിട്ട് വരുമ്പോഴാണ് അത് റൊമാൻറ്റാണോ, അതിനകത്ത് എവിടെയെങ്കിലും ശോകമുണ്ടോ ഭാവമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ ഇത് അറിയാതെ നിങ്ങൾക്ക് ആ ലിറിക്സ് വരും, ഈ കാര്യങ്ങൾ വരും. ബാക്കി പ്രാക്ടീസിലൂടെയും പിന്നെ ഒരു ഗുരു ഉള്ളത് നല്ലതാണ്. ഓൺലൈനോ ഓഫ്ലൈറ്റ് ആണെങ്കിലും എപ്പോഴും നമ്മളിപ്പോൾ ഇത് സ്റ്റാർ സംഘം എന്ന് കേട്ടിട്ട് പേടിക്കണ്ട. ഒരു എല്ലായിടത്തും നല്ല ഗുരുക്കന്മാരെ കിട്ടും. തുറന്നു പറയുന്ന ആൾക്കാർ ചെയ്യുമ്പോൾ അവർ ഇങ്ങനത്തെ കുറച്ച് ട്രെയിനിങ്, ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് ശ്രുതിപ്പറ്റിയോ അല്ലെങ്കിൽ ഹാർമോണിയോ അത്രയെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഉള്ള സത്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരിലും ഗായകരും പ്രാക്ടീസ് ചെയ്യാനും ആവർത്തിച്ച് കേൾക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും അതിൻ്റെ സയൻറ്റിഫിക് കാര്യങ്ങൾ മറന്ന് ചെയ്യാനുള്ള മടി കൊണ്ടാണ് അവരുടെ ഗായകൻ ഉണർന്നു വരാത്ത കാര്യം. വേറൊരാൾ കൈയടിക്കുമ്പോൾ നന്നായി എന്ന് തോന്നാതെ വർക്കിറ്റ് 3 പാട്ടേ നിങ്ങൾ പഠിച്ചുള്ളെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കി ആ കാര്യങ്ങൾ ചെയ്തു നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാത്രം പാടും. ഭയങ്കര തന്നെ താഴെ പറയുന്നത് ശരത് മാഷിൻ്റെ പാട്ട്, രവീന്ദ്രൻ മാഷിൻ്റെ പാട്ട് നമ്മളെടുത്താൽ പൊങ്ങില്ല. കാരണം അങ്ങനെ ചെയ്ത് ഒരുപക്ഷെ ആരും പാടരുതേന്നൊക്കെ വിചാരിച്ച് ചെയ്തിരിക്കുകയാണെന്നോ അതുപോലത്തെ സാധനങ്ങളാണ്. അപ്പോൾ കുറേ കൂടെ സിമ്പിൾ സാധനം എടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ലതായിരിക്കും. ഒരു മ്യൂസിക് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത പോലത്തെ ഒരു ഫീലാണ്. നമ്മൾ ഒരു പാട്ടുകാരനാവണമെങ്കിൽ എന്ത് വേണം, ഒരു നല്ല പാട്ടുകാരനാവണമെങ്കിൽ എന്ത് വേണം എന്നൊക്കെ ഈ ഒരു ടോക്കിലൂടെ നമുക്ക് ചെറിയ രീതിയിലൊരു അതെ. അപ്പൊ എന്തായാലും ഡോക്ടർ തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. ഏത് ഹോസ്പിറ്റലില്? ഞാൻ പാട്രായകിൽ സ്വന്തമായിട്ടൊരു ക്ലിനിക്കുണ്ട്, അപ്പോളോ ഷുഗർ ക്ലിനിക്ക് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കുണ്ട്. പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഇരിങ്ങാലക്കുട വർക്ക് ചെയ്യുന്നുണ്ട്. ദയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗവൺമെന്റും പ്രൈവറ്റിൻ്റെയൊക്കെ നടുക്കൂടെ ഒരു പോക്കും ഒരു ഓട്ടാണ്. അതിനിടയ്ക്ക് പാട്ടും കൂടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും മത്സരത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വിജയിയാവാനായിട്ട് ആശംസിക്കുകയാണ് കേട്ടോ. ഇനിയും വരും മത്സരങ്ങളിലും ഇതുപോലെ ഒരുപാട് പെർഫോം ചെയ്യാനും നല്ല വിജയങ്ങൾ കൈവരിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്നുള്ള ആശംസ കൂടെ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സന്തോഷം ഇങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെ സന്തോഷം.